എന്നുള്ളത്. സവോള അരിയണ്ട, വെളുത്തുള്ളി പൊളിക്കണ്ട വേണ്ടിട്ടൊരു സ്റ്റൈലില് പാത്രമൊക്കെ പൊക്കിയതാണ്. ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ വിചാരിച്ചതിന് എന്ത് ടേസ്റ്റാണ് ഉണ്ടാവാന്ന്. വേവാനുള്ള സമയം മാത്രമേ ഇതിന് ആവശ്യം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ അങ്ങനെ എക്സ്പേർട്ട് കുക്കൊന്നുമല്ല, പക്ഷെ ഈ റെസിപ്പി ഞാൻ തന്നെ കണ്ടുപിടിച്ചാണെന്ന് പറയാട്ടോ. കാരണം 2 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാനായിട്ട്. ഒരു ദിവസം തട്ടിക്കൂട്ടി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് കേട്ടോ. അപ്പം എന്നോട് സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാറൊന്നുമില്ല, അങ്ങോട്ടേക്കും ഇങ്ങോട്ട് ഓട്ടപ്പാച്ചിലാണ്. പക്ഷെ വീഡിയോയിൽ അത് അരോചകമാകുന്നത് കൊണ്ട് ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ചിക്കൻ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാട്ടോ, എന്തൊക്കെ സാധനങ്ങൾ ഇതിന് ആവശ്യമുണ്ടെന്ന്. ഇത് നമുക്ക് ഇതിനകത്ത് ഇടുമ്പം കാണുകയും ചെയ്യാം. ഈ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ നമുക്ക് ഈ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കിങ്ങിന് 2 മിനിറ്റ് മതി. ബാക്കിയൊക്കെ എൻ്റെ വാചകടി ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അടുപ്പ് കത്തിച്ച് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പാത്രത്തിൽ ഇങ്ങനെ വെള്ളമൊന്നുമില്ല. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറോ ഒലിവ് ഓയിലോ എന്ത് വേണേലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ബട്ടറാണ്, എന്ത് വേണേലും ചേർക്കാം കേട്ടോ. ഇതൊന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ. നമ്മളുടെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പം ഇനിയും കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തന്നെ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഒക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് സപ്പോർട്ട് ഇല്ലാതെ നമുക്കത് ഒരിക്കലും ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതൊന്ന് മെൽറ്റായി വരട്ടെ കേട്ടോ. ഞാൻ അങ്ങനെ എക്സ്പേർട്ട് കുക്കൊന്നും അല്ല, നാട്ടിൽ വെച്ച് തീരെ കുക്ക് ചെയ്തിരുന്നില്ല. എനിക്ക് അത്ഭുതമാണ്. ഞാനിപ്പം അങ്ങനെ ഭയങ്കര ടേസ്റ്റുള്ള ഫുഡൊന്നല്ല, എങ്കിലും നമുക്ക് ജീവിച്ച പോലുള്ള കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് എനിക്ക് തന്നെ ഞാൻ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് എനിക്കെന്നെ തോന്നിപ്പോവാറുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ ബട്ടർ മെൽറ്റ് ആവുന്നുണ്ട്. ബട്ടർ മെൽറ്റായി കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ മൈദ ചേർക്കാം കേട്ടോ. ഞാനൊരു മൈദ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂൺ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് വേറെ ആരും ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല, യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതൊന്നും അല്ല. വെറുതെ ഞാൻ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കാനും വീട്ടിലിരുന്നപ്പോൾ ഒരു ആഗ്രഹം തോന്നിയപ്പം അങ്ങ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചു നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്ഥിരം ഒരു റെസിപ്പി ആയി മാറിയിട്ടോ ഇത്. ഞാൻ തീ ഒന്ന് സിമ്മിലേക്ക് ഇടുവാണേ. അപ്പൊ മൈദ അവിടെ കിടന്ന് ആ പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതി. അധികം നേരം ഞാൻ അങ്ങനെ അടുക്കളയിൽ സ്പെൻഡ് ചെയ്യാത്ത ഒരാളാണ് കേട്ടോ. എനിക്ക് അങ്ങനെ അടുക്കളയിൽ അധികം സ്പെൻഡ് ചെയ്യുന്നതിനോട് താല്പര്യവും ഇല്ല. പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഓടിപ്പോവുക, അതാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് എന്താ പറയാ വറ്റൽമുളക് ചേർക്കുവാണ്. പിന്നെ ഇത് കുറച്ച് കുരുമുളക് പൊടിയാണ്, കുരുമുളക് പൊടി ചേർത്തു. പിന്നെ ഇത് കുറച്ച് ഓർഗാനോ ആണ്. ഇതൊക്കെ ഓപ്ഷനിലാട്ടോ, നമ്മൾക്ക് വീട്ടിലുള്ളത് വെച്ച് ഉണ്ടാക്കിയാൽ മതി. ഓർഗാനോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കുരുമുളക് പൊടിയും വറ്റൽമുളക് ക്രഷ് ചെയ്തതും ചേർക്കുവാണേ. അത് ജസ്റ്റ് ഒന്ന് ഇതിലിട്ടിട്ട് അതിന്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി മതി. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത്, ഞാനിപ്പോ എടുത്തേക്കുന്നത് ഈ സോ ജ്യൂസി എന്ന് പറഞ്ഞിട്ടൊരു പൗഡറാണ്. ഇതിപ്പോ ഇല്ലാത്തവർക്ക് ഇവിടെ ബട്ടർ ചിക്കന്റെ കുറച്ച് മസാലയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആ ചിക്കൻ ഒരു ഫ്ലേവർ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് കുറച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിലുള്ള ചിക്കന്റെ മസാല, അതിപ്പോ സാധാ ചിക്കൻ മസാല ആണെങ്കിലോ അല്ലെങ്കിൽ ബട്ടർ ചിക്കന്റെ മസാല ആണെങ്കിലോ എന്തെങ്കിലും കൂടി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം അത് ഞാൻ ഇതിനോട് ചേർത്ത് കൊടുക്കാണ്. ഇതിന്റെ പ്രധാന അട്രാക്ഷൻ എന്നുള്ളത് സവോള അരിയണ്ട, വെളുത്തുള്ളി പൊളിക്കണ്ട, ഉള്ളിയെ പൊളിക്കണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് ഇതൊക്കെ മതി. കാരണം നമുക്ക് എപ്പോഴും ഇങ്ങനെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ ഇട്ടിട്ട് ചിക്കൻ ഇട്ട് വേവിക്കുക, അതാണ് സംഭവം. പക്ഷെ അത് റിസൾട്ട് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഞാനിപ്പോ ഇവിടെ എടുത്തേക്കുന്ന ചിക്കന്റെ വിങ്സ് ആണ്. ഏത് പീസ് വേണേലും എടുക്കാം കേട്ടോ. കാരണം എനിക്ക് കൂടുതൽ ഇഷ്ടം ചിക്കന്റെ വിങ്സ് ആയതുകൊണ്ടാണ് ഞാൻ ചിക്കന്റെ വിങ്സ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് പീസസ് നിങ്ങൾക്ക് അവൈലബിൾ ആണോ അത് വെച്ചിട്ട് വേണേലും ഉണ്ടാക്കാം. ചില ബോൺലെസ് ആണെങ്കിലും ഉണ്ടാക്കാം, ബോൺ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം, എന്ത് വേണേലും ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ പാല് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് റെസിപ്പിക്ക് പേരിട്ടേക്കുന്നത് ബട്ടർ മിൽക്ക് ചിക്കൻ ആട്ടോ.
ഞാൻ തന്നെ ഇട്ടേക്കുന്ന പേരാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു എമൗണ്ടിൽ പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. പാലിൽ കിടന്നിട്ടാണ് ഇത് വേവുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകതയും ആ ഒരു ടേസ്റ്റ് വരാനുള്ള കാര്യവും. ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ജ്യൂസി വേണം അതനുസരിച്ച് പാല് ചേർത്താൽ മതി. വേണേൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഞാൻ അധികം ജ്യൂസി ആയിട്ട് ചേർക്കുന്നില്ല. നമ്മൾ മൈദ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ കുറുകി വരും. അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ആ ഒരു കുറുക്ക് വരുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കേട്ടോ. നമുക്കിവിടെ ഇത് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ കുക്ക് ചെയ്യുമ്പോഴും നമ്മൾ എക്സോസ്റ്റ് ഓൺ ആക്കണം. പക്ഷെ ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എക്സോസ്റ്റ് ഓൺ ആക്കുന്നില്ല. കാരണം അല്ലെങ്കിൽ റൂം മുഴുവൻ സ്മെല്ലാവും. നമുക്ക് ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ ഓപ്പൺ കിച്ചൺ ആണ്. കാരണം ഇവരങ്ങനെ മസാലകളൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. നമ്മളെപ്പോൾ ഒരു കുക്കിംഗ് അല്ലല്ലോ ഇവിടെയുള്ളവർ പ്രിഫർ ചെയ്യാം. അപ്പൊ അവരുടെ കുക്കിങ്ങിന് അങ്ങനെ മണമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും തന്നെ ഓപ്പൺ കിച്ചൺ ആണ് കാണാറ് കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ കുറുകി വരുന്നോണ്ട് വരെ ഒന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. മൊത്തം 2 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ. ഞാനിപ്പോ സംസാരിക്കുന്നതും കൂടെ കൊണ്ടിട്ടാണ് കുറച്ചിങ്ങനെ എഴഞ്ഞഴിഞ്ഞു പോകുന്നത്. ഏകദേശം കുറുകി വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. അത് എനിക്ക് ഉപ്പിന്റെ അളവ് പറയാനില്ല കേട്ടോ. ഞാൻ എല്ലാം ഒരു കൈയളവാണ് ഉപ്പൊക്കെ. ഇവിടെ ഈ കാണുന്നതൊക്കെ ഞങ്ങള് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ മേടിക്കുന്ന സൊവനീഴ്സ് ആട്ടോ. നമ്മൾ എവിടെ ചെല്ലുമ്പോഴും നമ്മൾ അവിടെ നിന്ന് സൊവനീഴ്സ് മേടിച്ചിട്ട് വരും. പക്ഷെ കുറെ സൊവനീഴ്സ് ഒന്നും നമ്മൾ മേടിക്കാൻ മറന്നു പോകും. എല്ലായിടത്തും ചെല്ലുമ്പോൾ നമ്മൾ പറയും സൊവനീർ മേടിക്കാന്ന്. അപ്പൊ നമുക്ക് പറയും നമുക്ക് ലാസ്റ്റ് മേടിക്കാന്ന്. ലാസ്റ്റ് ആവുമ്പം പോലുള്ള തിരക്കില് സൊവനീർ ഒക്കെ മറന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു പോയ സ്ഥലങ്ങളിലേക്ക് ആമസോണിന് ഓർഡർ ചെയ്യാന്ന്. പക്ഷെ ആമസോണിൽ നോക്കിയപ്പോൾ ആമസോണിലൊന്നും ഇല്ല. അപ്പൊ ഇനി ഒരിക്കൽ കൂടെ പോകുമ്പോൾ നമുക്ക് അവിടത്തൊക്കെ സൊവനീർ കളക്ട് ചെയ്യാം. ഇത് ജസ്റ്റ് ഇങ്ങനെ കുറുകി വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് മാഗിയുടെ സോസാണിത്. ഏത് സോസ് വേണേലും ഒഴിക്കാം. ടൊമാറ്റോ സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങൾക്ക് ഈ പുളിയൊക്കെ എത്രത്തോളം ഇഷ്ടമാകുന്ന അനുസരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. എനിക്കിത് കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടേസ്റ്റും കൂടെ ആവുമല്ലോ. പിന്നെ നിങ്ങൾക്ക് സോസിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇത് വേണേൽ ഒഴിവാക്കാം കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ ജസ്റ്റ് കുറുകി വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ കൂട്ടനെ ഇട്ട് കൊടുക്കാം. ഞാൻ കഴുകി എടുത്ത് വെച്ചേക്കുവാണ്. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മൂടി എടുത്ത് മൂടി വെക്കാം. ഇതാണ് ഇത്രേ ഉള്ളൂ ഇതിന്റെ പരിപാടി കേട്ടോ. ഇത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇതിനിപ്പോ എന്ത് ടേസ്റ്റാണ് ഉണ്ടാവാന്ന്. ഞാനും ആദ്യം ഉണ്ടാക്കിയപ്പോൾ വിചാരിച്ചു ഇതിന് എന്ത് ടേസ്റ്റാണ് ഉണ്ടാവാന്ന്. ഞാൻ ബോറടിച്ചിരിക്കുന്നത് കൊണ്ടും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇത് ഉണ്ടായി വന്നു കഴിഞ്ഞപ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇത് കഴിക്കാനായിട്ട്. നമുക്കിപ്പം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാരണം ഇപ്പം ഇത് കൊച്ചു പിള്ളേർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനി ഇതിന്റെ വേവാനുള്ള സമയം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. കാരണം ഇനിയിപ്പോ നിങ്ങൾക്ക് അറിയാലോ, ഇനിയിപ്പോ തന്നെ വെന്തോളും. ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ. പിന്നെ സിമ്മിൽ വെക്കുവാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് മൂടി വെക്കാം. എന്നിട്ട് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഓക്കെ, നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം കേട്ടോ. കാരണം ഞാനിപ്പോ സിമ്മിലാണ് ഇട്ടേക്കണത്, അതുകൊണ്ട് അങ്ങനെ അടിയിൽ പിടിക്കൊന്നുമില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് നല്ല കുട്ടപ്പനായിട്ടിരിക്കുവാണ് കേട്ടോ. നോക്കാം. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയായിരുന്നു എന്താന്ന് അറിയാനായിട്ട്. ഇപ്പൊ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റൈലില് പാത്രമൊക്കെ പൊക്കിയതാണ്. അപ്പൊ ചിക്കൻ ഇവിടെ വെന്തു. അപ്പൊ ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഫൈനൽ റിസൾട്ട് ഇതാ ഇങ്ങനെ ഇരിക്കും കേട്ടോ. നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ കാണാൻ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി നമുക്ക് വെറൈറ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇനി കുറെ ട്രാവൽ വ്ളോഗ്സും പല ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പം അതുവരെ ബൈ ബൈ.